നമ്മൾ ഇന്നത്തെ ഈസിയിൽ അത്തരം ചർച്ചകളൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിരുന്നില്ല. പിന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അവിടുന്ന് സംസാരിച്ചോളും. ഞാൻ അമ്മയുടെ സ്പോക്ക് പേഴ്സൺ അല്ല. വ്യക്തിപരമായിട്ടാണെങ്കിൽ എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം ദിലീപേട്ടനെ പോലൊരാൾ അന്നും ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അമ്മയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചെടുക്കാനുള്ള അതായത് അത്തരം തീരുമാനങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതെല്ലാം ഒഫീഷ്യൽസ് തന്നെ പറയും. ഞാൻ സ്പോക്ക് പേഴ്സൺ അല്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് അറിയിച്ചോളൂ. ചെറുതായിട്ട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അങ്ങനെയല്ല, ഈ വിധിയിൽ ഞാൻ സന്തോഷവതിയാണ്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പറയുന്നില്ല. അതായത് രണ്ടുപേരും നമ്മുടെ കൊളീഗ്സ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും. അത് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത് തന്നെയാണ് എനിക്കതിൽ സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ട് ഞാൻ നടിക്കൊപ്പം അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ വിധിക്കുന്നത് പോലെ അല്ലല്ലോ, ഇത് കോടതി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കോടതി വിധിയെ അംഗീകരിക്കുന്നു. നമ്മൾ എന്തായിരുന്നു വിചാരിച്ചത് അത് തന്നെ വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനി മറിച്ചായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കോടതി വിധിക്കൊപ്പം തന്നെ നമ്മൾ നിന്നേനെ.